നമസ്കാരം, ദിയാസ് കിച്ചൺ റൂമിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ തയ്യാറാക്കാൻ പോകുന്നത് വളരെ കുറച്ച് നാളികേരം ചേർത്തിട്ട് തയ്യാറാക്കാൻ പറ്റുന്ന ഒരു സ്പെഷ്യൽ ചട്നിയാണ്. എങ്ങനെ തയ്യാറാക്കാൻ കണ്ടു നോക്കാം. അതിനായി മെയിനായിട്ട് ആവശ്യമുള്ളത് 2 അല്ലി വെളുത്തുള്ളി, ചെറിയ കഷ്ണം ഇഞ്ചി, ഒരിടത്തരം വലുപ്പമുള്ള സവാള, ടൊമാറ്റോ, 1/2 കപ്പ് പൊട്ടുകടല, വളരെ കുറച്ച് നാളികേരം. ഇനി നമുക്ക് ചട്നി തയ്യാറാക്കാം. അതിന് വേണ്ടിയിട്ട് ഒരു കടായിലോട്ട് 2 ചെറിയ സ്പൂണ് വെളിച്ചെണ്ണ ഒഴിച്ചെടുക്കുക. വെളിച്ചെണ്ണയിൽ തയ്യാറാക്കുമ്പോഴാണ് ചട്നി കുറച്ചും കൂടി സ്വാദ് കിട്ടുക. എണ്ണ നന്നായിട്ട് ചൂടായതിനു ശേഷം 1 ടീസ്പൂൺ ഉഴുന്നുപരിപ്പ് ചേർത്തെടുക്കാം. ഇനി ഇതൊരു 2-3 മിനിറ്റ് ലോ ഫ്ലെയിമിൽ നന്നായിട്ടൊന്ന് വറുത്തെടുക്കുക. അതായത് ഇതിൻ്റെ കളറ് ചെറുതായിട്ടൊന്ന് മാറി വരണം. കൂടെ തന്നെ 2 അല്ലി വെളുത്തുള്ളിയും ഒരു ചെറിയ കഷ്ണം ഇഞ്ചിയും ചേർത്തെടുക്കാം. ഇതിൻ്റെ കൂടെ തന്നെ 2 കാശ്മീരി വറ്റൽമുളകും 4 എരിവുള്ള വറ്റൽമുളകും കൂടി ചേർക്കുന്നുണ്ട്. ഇതിൽ പച്ചമുളക് ചേർക്കില്ല, എരിവ് കൊടുക്കുന്നത് ഈ ഒരു വറ്റൽമുളകാണ്. എരിവ് കുറച്ചും കൂടി വേണമെന്നുണ്ടെങ്കിൽ 6 വറ്റൽമുളക് വരെ ചേർക്കാം. ഇനി ഇത് എല്ലാം കൂടി നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കുക. അപ്പോൾ ഫ്ലെയിം തീരെ ലോ ആക്കി വെക്കണേ, കാരണം ഇതിൽ നമ്മൾ വറ്റൽമുളകൊക്കെ ചേർത്തുകൊണ്ട് തന്നെ പെട്ടെന്ന് തന്നെ കരിഞ്ഞു പോകാനുള്ള ചാൻസസ് ഉണ്ട്. അതുകൊണ്ട് തന്നെ ഒരു ലോ ഫ്ലെയിമിൽ ഒരു 3-4 മിനിറ്റ് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. ഈ ഒരു ചട്നി ഒരു സ്പെഷ്യൽ ചട്നിയാണ്. ഇതിലധികം എരിവ് ഉണ്ടാവില്ല, അതുകൊണ്ട് തന്നെ കുട്ടികൾക്ക് വളരെയേറെ ഇഷ്ടപ്പെടും. അത് മാത്രമല്ല കേട്ടോ, ചിലപ്പോൾ വിരുന്നുകാർ കുറച്ച് കൂടുതലുള്ള സമയത്തോ അല്ലെന്നുണ്ടെങ്കിൽ നാളികേരം വളരെ കുറച്ചുള്ള സമയങ്ങളിലൊക്കെ ഈ ഒരു ചട്നി നമുക്ക് തയ്യാറാക്കാം. കാരണം ഇതിൽ നമ്മൾ പൊട്ടുകടല ചേർക്കുന്നതുകൊണ്ട് തന്നെ ചട്നി നല്ല തിക്കായിരിക്കും. പിന്നെ നമുക്ക് ആവശ്യാനുസരണം വെള്ളം ചേർക്കാം, എന്നാലും വളരെ ടേസ്റ്റി ആയിരിക്കും. ഈ ഒരു വീഡിയോയിൽ ജോലിക്ക് പോകുന്ന വീട്ടമ്മമാർക്കും അതുപോലെ തന്നെ ബാച്ചിലേഴ്സിനൊക്കെ ഒത്തിരി ഹെൽപ്ഫുള്ളാവുന്ന ടിപ്പും കൂടെ പറയുന്നുണ്ട്. വീഡിയോ ഫുള്ള് കാണുക. ഉഴുന്നുപരിപ്പിൻ്റെ കളറ് ചെറുതായിട്ടൊന്ന് മാറിയിട്ടുണ്ട്. ഇനി ഇതിലോട്ട് ഒരു സവാള ചേർത്തെടുക്കാം. സവാള അധികം ചെറുതായിട്ട് കട്ട് ചെയ്യേണ്ട ആവശ്യമില്ല, ഈ ഒരു അളവിൽ കട്ട് ചെയ്താൽ മതിയാകും. കൂടെ തന്നെ ഒരു ടൊമാറ്റോയും കൂടി ചേർത്തെടുക്കാം. ഈ ഫ്ലെയിം ഒന്ന് മീഡിയത്തിലാക്കിയതിന് ശേഷം നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുക. അതായത് ഉള്ളിയും ടൊമാറ്റോയൊക്കെ നന്നായിട്ടൊന്ന് സോഫ്റ്റായിട്ട് കിട്ടണം. ഉള്ളിയുടെ കളറ് മാറേണ്ട ആവശ്യമൊന്നുമില്ല, അത് ചെറുതായിട്ടൊന്ന് സോഫ്റ്റായിട്ട് കിട്ടിയാൽ മതിയാകും. ഈ സമയം കുറച്ച് ഉപ്പും കൂടി ചേർത്തെടുക്കാം. വീക്കെൻഡിൽ സമയം കിട്ടുമ്പോൾ മാവ് അരച്ച് വയ്ക്കുകയാണെന്നുണ്ടെങ്കിൽ വീക്ക് ഡേയ്സിൽ എളുപ്പത്തിൽ തന്നെ നമുക്ക് ബ്രേക്ക്ഫാസ്റ്റ് തയ്യാറാക്കി എടുക്കാൻ പറ്റും. കൂടെ സെർവ് ചെയ്യാനായിട്ട് എളുപ്പത്തിലും അതുപോലെ തന്നെ കുറച്ച് വെറൈറ്റി ആയിട്ടുള്ളൊരു ചട്നിയൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ എല്ലാവരും ഇഷ്ടത്തോടെ കഴിക്കും. ഈ ഒരു ചാനലിൽ തന്നെ കുറച്ചധികം ചട്നി റെസിപ്പീസ് ഇട്ടിട്ടുണ്ട്, സമയം കിട്ടുമ്പോൾ ഒന്ന് കണ്ടു നോക്കണേ. ഇപ്പോൾ ടൊമാറ്റോ ചെറുതായിട്ടൊന്ന് സോഫ്റ്റായിട്ട് കിട്ടിയിട്ടുണ്ട്. അതുപോലെ തന്നെ ഉള്ളിയുടെ കണ്ടോ കളറും ചെറുതായിട്ടൊന്ന് മാറി തുടങ്ങിയിട്ടുണ്ട്. ഇനി ഇതിലോട്ട് 1/2 കപ്പ് പൊട്ടുകടല ചേർത്തെടുക്കാം. ഈ ഒരു വീഡിയോ കാണുമ്പോൾ പൊട്ടുകടല എന്ന് പറയുമ്പോൾ ചിലവർക്കെങ്കിലും ഡൗട്ട് തോന്നിയേക്കാൽ ഇത് എന്താണെന്നുള്ളത്. ഇതിൻ്റെ ഇംഗ്ലീഷിലെ പേര് റോസ്റ്റഡ് ബംഗാൾ ഗ്രാം എന്നാണ്. അതായത് നമ്മുടെ കടലപ്പരിപ്പുണ്ടല്ലോ അതൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കുന്നതാണ്. ഇത് മാർക്കറ്റിൽ വാങ്ങാനായിട്ട് കിട്ടും. ഈ ഒരു പൊട്ടുകടല കുറച്ച് നമ്മൾ ചട്നിയിലൊക്കെ ചേർക്കുകയാണെന്നുണ്ടെങ്കിൽ പ്രത്യേക ഒരു ടേസ്റ്റുമാണ്. അതുപോലെ തന്നെ ചട്നിക്ക് നല്ലൊരു തിക്നെസ് കിട്ടുകയും ചെയ്യും. കുറച്ച് വാളൻ പുളിയും കൂടി ചേർത്തെടുക്കാം. ഈ ഒരു അളവിൽ മതി, കൂടിപ്പോകരുത്. കാരണം ഇതിൽ ഓൾറെഡി നമ്മൾ ടൊമാറ്റോ ചേർത്തിട്ടുണ്ട്. കരിവേപ്പിലയും കൂടി ചേർത്തെടുക്കാം. ഇനി ഇത് 1 മിനിറ്റ് നന്നായിട്ടൊന്ന് മിക്സാക്കി എടുക്കാം. ഇതിലോട്ട് 2 ടേബിൾ സ്പൂൺ നാളികേരം കൂടി ചേർത്തെടുക്കാം. നാളികേരം വളരെ കുറച്ച് അളവിലാണ് ചേർക്കുന്നത്. ഇനി ഫ്ലെയിം ഓഫാക്കിയതിന് ശേഷം നന്നായിട്ടൊന്ന് മിക്സാക്കി എടുക്കുക. അതായത് ചൂടിയിരുന്നതിന് നാളികേരവും നന്നായിട്ടൊന്ന് സോഫ്റ്റായിട്ട് കിട്ടും. ഒരു ചട്നി വളരെ ഹെൽത്തി ആട്ടോ, കാരണം ഇതിൽ നമ്മൾ വളരെ കുറച്ച് എണ്ണ മാത്രമേ ചേർത്തിട്ടുള്ളൂ. അതുപോലെ തന്നെ നാളികേരം അരച്ച് ചേർക്കുന്ന ചട്നിക്ക് കുറച്ചധികം നാളികേരം ചേർക്കാറുണ്ട്. പക്ഷേ ഈ ഒരു ചട്നിയിൽ 2 ടേബിൾ സ്പൂൺ നാളികേരം മാത്രമേ ചേർത്തിട്ടുള്ളൂ. ഈ കൂട്ട് തണുത്തതിന് ശേഷം മിക്സിയിൽ ഒരു വലിയ ജാറിലോട്ട് മാറ്റാം. ഇനി ഇത് നന്നായിട്ടൊന്ന് അരച്ചെടുക്കണം. ഇതിൽ പൊട്ടുകടല അതുപോലെ തന്നെ വറ്റൽമുളക് ചേർത്തുകൊണ്ട് തന്നെ ഇപ്പോൾ വെള്ളം ഒഴിച്ച് അരച്ച് കഴിഞ്ഞാൽ പെട്ടെന്ന് അരഞ്ഞ് കിട്ടില്ല. അതുകൊണ്ട് തന്നെ വെള്ളം ഒഴിക്കാതെ ഒന്ന് പൾസ് ചെയ്തെടുക്കുക. 1-2 പ്രാവശ്യം ഒന്ന് പൾസ് ചെയ്തെടുക്കണേ. ഇതുപോലെ ഒന്ന് ചെയ്തെടുക്കുക. ഇപ്പോൾ നോക്കുക, പൊട്ടുകടലയും അതുപോലെ തന്നെ വറ്റൽമുളകൊക്കെ ചെറുതായിട്ടൊന്ന് പൊടിഞ്ഞ് കിട്ടിയിട്ടുണ്ട്. ഇനി ഇതിലോട്ട് ആവശ്യത്തിന് വെള്ളം ഒഴിച്ചു കൊടുക്കാം. അറൗണ്ട് ഒരു 3/4 കപ്പ് വെള്ളം ഒഴിക്കുന്നുണ്ട്. ഇനി ഇത് നന്നായിട്ടൊന്ന് അരച്ചെടുക്കാം. അങ്ങനെ ചട്നി നല്ല പേസ്റ്റായിട്ടൊന്ന് അരച്ചെടുത്ത് വന്നിട്ടുണ്ട്. നല്ല കട്ടിയായിട്ട് കിട്ടിയിട്ടുണ്ട്, കാരണം ഇതിൽ പൊട്ടുകടല ചേർത്തുകൊണ്ടാണ് ഇങ്ങനെ കട്ടിയായിട്ട് കിട്ടിയത്. ഈ സമയം ഉപ്പ് നോക്കുക. ഉപ്പ് എന്തായാലും കുറച്ചും കൂടി ആവശ്യമായിട്ടുണ്ടാവും. കുറച്ച് ഉപ്പും കൂടി ചേർക്കുന്നുണ്ട്. പിന്നെ നമുക്ക് എത്രയാണോ ഗ്രേവിക്ക് ആവശ്യമുള്ളത് അതനുസരിച്ച് വെള്ളവും കൂടി ചേർത്തതിന് ശേഷം ഒന്നും കൂടി നന്നായിട്ടൊന്ന് അരച്ചെടുക്കാം. അരച്ചെടുത്ത ചട്നി ഒരു ബൗളിലോട്ട് മാറ്റാം. ഇതിൽ ഞാൻ നേരത്തെ ഒരു ടിപ്പ് പറയാമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അല്ലേ. അപ്പോൾ ആ ടിപ്പാട്ടോ പറയുന്നത്. അതായത് വീക്കെൻഡിൽ സമയം കിട്ടുമ്പോൾ ഇതുപോലെ ചട്നി തയ്യാറാക്കി വയ്ക്കുക. ഇതിപ്പോൾ നല്ല കട്ടി ചട്നിയാണ്. ഇതിൽ വെള്ളമൊന്നും ഇപ്പം ചേർക്കേണ്ട ആവശ്യമില്ല.
ഇനി അടുത്തായിട്ട് ഈ ഒരു ചട്നി നമുക്ക് എത്രയാണോ ആവശ്യമുള്ളത് അതനുസരിച്ചിട്ട് 1-2 കണ്ടെയ്നറിലാക്കി ഫ്രിഡ്ജിൽ വയ്ക്കാം. ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കാനുള്ളതെന്ന് വെച്ചാൽ നമ്മൾ എടുക്കുന്ന ആ ഒരു ക്വാണ്ടിറ്റി ലെഫ്റ്റ് ഓവറായി വെക്കരുത്. അതായത് അറ്റ് എ ടൈം തീർക്കണം. ആ ഒരു സമയത്ത് തന്നെ തീർക്കുന്ന ക്വാണ്ടിറ്റി ആയിരിക്കണം നമ്മൾ കണ്ടെയ്നറിൽ എടുത്ത് വെക്കേണ്ടത്. അടുത്ത ദിവസം ഇഡ്ഡലി ദോശയുടെ കൂടെ ഈ ഒരു ചട്നി സെർവ് ചെയ്യും. അന്നേരം നമുക്ക് എത്രയാണോ ഗ്രേവിക്ക് ആവശ്യമുള്ളത് അതനുസരിച്ച് വെള്ളം ചേർക്കുക. പിന്നെ താളിച്ചും കൂടി ചേർത്ത് കഴിഞ്ഞാൽ അന്നേരം തയ്യാറാക്കുന്ന ഫ്രഷ് ചട്നിയുടെ സ്വാദ് തന്നെയായിരിക്കും. ഇതിലിപ്പോൾ ഞാൻ കുറച്ച് വെള്ളം കൂടി ചേർക്കുന്നുണ്ട്. എത്രയാണോ ഗ്രേവിക്ക് ആവശ്യമുള്ളത് അതനുസരിച്ചിട്ട് വെള്ളം ചേർക്കുക. അതുപോലെ തന്നെ ഉപ്പും കൂടി ചേർക്കാൻ മറക്കരുത്. ഞാൻ ഇന്ന് ഈ ചട്നി സെർവ് ചെയ്യുന്നത് ദോശയുടെ കൂടെയാണ്. ദോശയുടെ കൂടെ കുറച്ച് കട്ടി ചട്നി ആയിരിക്കും എപ്പോഴും നല്ലത്. ഇഡ്ഡലിയുടെ കൂടെ ആണെന്നുണ്ടെങ്കിൽ ഇഡ്ഡലി ഇങ്ങനെ മുങ്ങി നിൽക്കുന്ന രീതിയിൽ ചട്നി ഒഴിക്കാൻ ഇഷ്ടമുള്ള ആൾക്കാർക്കാണെങ്കിൽ കുറച്ചും കൂടി ഗ്രേവി ചേർക്കാം. നേരത്തെ പറഞ്ഞ ടിപ്സൊക്കെ ഇഷ്ടപ്പെട്ടാണെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ ലൈക്കും പറ്റുകയാണെങ്കിൽ ഫ്രണ്ട്സുമായിട്ടൊക്കെ ഒന്ന് ഷെയർ ചെയ്തും കൂടെ സപ്പോർട്ട് ചെയ്യണേ. ഇനി അടുത്തായിട്ട് നമുക്ക് താളിച്ചും കൂടി ചേർത്തെടുക്കാം. അതിന് വേണ്ടിയിട്ട് കടായിലോട്ട് വളരെ കുറച്ച് എണ്ണ ഒഴിച്ചെടുക്കാം. എണ്ണ നന്നായിട്ട് ചൂടായതിന് ശേഷം കടുക്, വറ്റൽമുളക്, കരിവേപ്പില ഇവയെല്ലാം നന്നായിട്ടൊന്ന് മൂത്ത് വന്നതിന് ശേഷം ചൂടോടെ തന്നെ ചട്നിയിലോട്ട് ഒഴിച്ചെടുക്കുക. താളിച്ചും കൂടി ചേർത്ത് കഴിഞ്ഞാൽ ലിഡ് അടച്ചതിന് ശേഷം ഒരു 5 മിനിറ്റ് ഇങ്ങനെ ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വയ്ക്കാം. ചട്നിയിലൂടെ സെർവ് ചെയ്തത് ദോശക്കല്ലിൽ തയ്യാറാക്കുന്ന ദോശയാണ്. നമ്മൾ ശരിക്കും പാനിൽ തയ്യാറാക്കുന്ന ദോശനെക്കാട്ടിൽ കുറച്ചും കൂടി ടേസ്റ്റിയാണ് ഇതുപോലെ ദോശക്കല്ലിൽ തയ്യാറാക്കുന്ന ദോശ. താളിച്ച് ചേർത്ത് അടച്ചു വെച്ചിട്ട് ഇപ്പോൾ ഒരു 5 മിനിറ്റ് ആയിട്ടുണ്ട്. ഇപ്പോൾ തന്നെ നല്ലൊരു മണമൊക്കെ വരുന്നുണ്ട്. അങ്ങനെ നമ്മുടെ സ്വാദേര ചട്നി റെഡി ആയിട്ടുണ്ട്. ഇത് കാണുമ്പോൾ ശരിക്കും നമ്മൾ ആ നാളികേരം അരച്ച ചട്നിയുടെ ഒരു കളറാണ് അല്ലേ. അപ്പോൾ ഇതിൽ നമ്മൾ വളരെ കുറച്ച് നാളികേരം മാത്രമേ ചേർത്തിട്ടുള്ളൂ. നല്ല കട്ടി ചട്നിയും കിട്ടിയിട്ടുണ്ട്. ചട്നി നേരത്തെ റെഡിയാക്കി വെക്കുകയാണെന്നുണ്ടെങ്കിൽ ഇഡ്ഡലി ദോശയൊക്കെ ചൂടോടെ തന്നെ നമുക്ക് സെർവ് ചെയ്യാൻ പറ്റും. പിന്നത്തെ ബ്രേക്ക്ഫാസ്റ്റ് ദോശയും ചട്നിയാണ്. നല്ല ചൂട് ദോശയുടെ മുകളിലോട്ട് ഇങ്ങനെ ചട്നി ഒഴിച്ചിട്ട് ഇതുപോലെ കഴിക്കാനായിട്ട് പ്രത്യേക ടേസ്റ്റാണ് അല്ലേ. ഞാനൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കട്ടെ. ചട്നി സൂപ്പറാണ്. അധികം എരിവൊന്നുമില്ല, പുളിയും പാകത്തിനാണ്. തീർച്ചയായും ട്രൈ ചെയ്ത് നോക്കുക. ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്കും കൂടെ അറിയിക്കാൻ മറക്കരുതേ. ഇന്നത്തെ റെസിപ്പി എല്ലാവർക്കും ഇഷ്ടപ്പെട്ടാണെന്ന് വിചാരിക്കുന്നു. പറ്റുന്ന പോലെ സന്തോഷിച്ചിരിക്കുക. ഇതുപോലെ വേറെ റെസിപ്പി ആയിട്ട് കാണാം. താങ്ക്